ഹായ് നമസ്കാരം. അനന്തമായി വിചാരണ നീട്ടുന്നത് ചൂണ്ടിക്കാട്ടി ദേശീയ അന്വേഷണ ഏജൻസി NIA രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. എന്തുതന്നെ കുറ്റം ചെയ്ത ആളാണെങ്കിലും വേഗത്തിലുള്ള വിചാരണ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. നീതിന്യായ സംവിധാനത്തെ ഇങ്ങനെ പരിഹസിക്കരുതെന്നും കോടതി വിമർശിച്ചു. UPA കേസിൽ 4 വർഷമായി വിചാരണ തടവുകാരനായി കഴിയുന്ന മുംബൈ സ്വദേശിയായ ജാവേദ് ഗുലാം നബി ഷെയ്ഖിനു ജാമ്യം അനുവദിച്ചായിരുന്നു കോടതിയുടെ കടുത്ത നിരീക്ഷണങ്ങൾ. ജസ്റ്റിസ് JB പാർദിവാലയും ഉജ്ജൽ ബുയാനും അംഗങ്ങളായ ഡിവിഷൻ ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. നീതിയെ ഇങ്ങനെ പരിഹസിക്കരുത്, നിങ്ങളാണ് രാഷ്ട്രം, നിങ്ങളാണ് NIA. എന്തുതന്നെ കുറ്റം ചെയ്തയാളാണെങ്കിലും അയാൾക്ക് വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഒരുപക്ഷെ ഗുരുതരമായ കുറ്റമായിരിക്കും അയാൾ ചെയ്തത്, എന്നാൽ വിചാരണ ആരംഭിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. 4 വർഷമായി അയാൾ ജയിലിൽ കഴിയുന്നു. ഇതുവരെയും അയാൾക്കെതിരെ ഒരു കുറ്റവും ചുമത്തിയിട്ടില്ല. ഒരക്ഷരം ഇങ്ങോട്ട് പറയണ്ട എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇതോടെ 80ഓളം സാക്ഷികളെ വിസ്തരിക്കാനുണ്ടെന്ന NIA കൗൺസിൽ ന്യായീകരിച്ചു. എന്നാൽ ഇനിയും എത്ര കാലം ഇയാൾ ജയിലിൽ കഴിയണമെന്ന് പറയൂ എന്ന് ആവശ്യപ്പെട്ട് കോടതി വിമർശനം തുടർന്നു. എല്ലാ കുറ്റാരോപിതനും വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശം ഭരണഘടന അനുവദിക്കുന്നുണ്ട്. എത്ര ഗുരുതരമായ കുറ്റം ചെയ്തയാളാണെങ്കിലും ഇതുതന്നെയാണ് സ്ഥിതി. കേസിൽ ഈ അവകാശം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ഭരണഘടനയുടെ 21ാം വകുപ്പിന്റെ ലംഘനമാണിതെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ജാവേദിന് ജാമ്യം നൽകരുതെന്ന് NIA ആവർത്തിച്ചെങ്കിലും കോടതി മുഖവിലക്കെടുത്തില്ല. വിചാരണ നടപടികൾ ആരംഭിക്കാൻ കൂടുതൽ സമയം വേണമെന്നും NIA സൂചിപ്പിച്ചിരുന്നു. എന്നാൽ 4 വർഷത്തെ വിചാരണ തടവിനു ശേഷം ജാവേദ് ഷെയ്ഖിന് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. കേസിൽ കുറ്റാരോപിതനായ മറ്റ് 2 പേർക്കും ജാമ്യം നൽകിയ കാര്യവും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. 2020 ഫെബ്രുവരി 9 മുംബൈ പോലീസ് ജാവേദ് ഗുലാം നബി ഷെയ്ഖിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത്. പാകിസ്ഥാനിൽ നിന്ന് എത്തിയ കള്ളനോട്ടുകൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തെന്ന് പോലീസ് വാദിച്ചിരുന്നു. കേസ് പിന്നീട് NIAക്ക് കൈമാറി. ഇതേ ഫെബ്രുവരി തുടക്കത്തിൽ അദ്ദേഹം ദുബൈയിൽ പോയി വന്നിരുന്നുവെന്നും ആ സമയത്താണ് കള്ളനോട്ട് സ്വീകരിച്ചതെന്നുമായിരുന്നു NIAയുടെ ആരോപണം. കേസിൽ NIAയുടെ എതിർപ്പിനെ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബോംബെ ഹൈക്കോടതി ജാവേദ് ഷെയ്ഖിനു ജാമ്യം നിഷേധിച്ചിരുന്നു.